നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ടുന്ന ആളുകളാണിത്. പ്രാർത്ഥനയിലും വിശ്വാസത്തിലൊക്കെ നമുക്ക് ലോകം മുഴുവൻ ഒരുപാട് കലുഷിതമാണ്. Praise the Lord. പഴയ അവസ്ഥയിൽ ഈശോനോട് പറഞ്ഞ പോലെ തന്നെ ഓർക്കാറുണ്ട്, ഒരു 2017 മുതൽ ലോകത്തില് ഓരോരോ ദുരന്തങ്ങൾ ഇങ്ങനെ പെരുകുന്നതായിട്ടാണ്. അതിനോട് പറയായിരുന്നു, ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വലിയ സംഭവം. Praise the Lord. ശരിക്കും വെളിപ്പെടുത്തി തരുവാൻ എന്നോട് പറയുമായിരുന്നു. Praise the Lord. അത് കഴിഞ്ഞാണ് ഈശോ വളരെ വലിയ ഈ കോവിഡിന്റെ ഒരു കാലഘട്ടം, കുറെ ആളുകൾ അങ്ങനെ മരിച്ചു. Praise the Lord. ഇനി ഒരു പക്ഷെ സംഭവിക്കാമാണ് യുദ്ധങ്ങളുടെ കാലഘട്ടമായിരിക്കും. Praise the Lord. Praise the Lord. അത് നമ്മൾ കണക്കൂട്ടുന്നതിനേക്കാളും വലുതാകാനാണ് സാധ്യത കൂടുതൽ. Praise the Lord. ഒരുപക്ഷെ നമ്മളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന പക്ഷം അതൊക്കെ നമ്മളെ അപകടങ്ങളൊക്കെ രക്ഷപ്പെടാൻ പറ്റും. Praise the Lord. ലോകം മുഴുവനും കലുഷിതം, ഒരിടത്ത് സ്വസ്ഥതയിൽ. Praise the Lord. ഒരു രാജ്യത്തും സമാധാനം. Praise the Lord. ഭൂമിയെ തന്നെ മനുഷ്യൻ വെറുക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. Praise the Lord. നമ്മൾ പറഞ്ഞ പ്രാർത്ഥന, മലകളെ വന്ന് മൂടുവിൻ എന്ന് പറയുന്നൊരു കാലഘട്ടം. Praise the Lord. അതിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയം നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട സമയം. Praise the Lord. സഭയും എല്ലായിടത്തും കലുഷിതവും, ഒരിടത്തല്ല എല്ലായിടത്തും, ഓരോ കുടുംബങ്ങളിൽ പോലും കലുഷിതമായ കാലഘട്ടം. Praise the Lord. ഒരിടത്തും സമാധാനം ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊക്കെ ഒരുപാട് യുദ്ധങ്ങൾ നടക്കാറുണ്ട്. അത് യുദ്ധം കുറെ കഴിയുമ്പോൾ അങ്ങ് തീരുന്നൊരു സംഭവം. Praise the Lord. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, അങ്ങ് പോവുകയാണ്. അത് പഴയ രീതി ലോകം ശാസക ശക്തികൾക്കെതിരെ പോരാടേണ്ടത്. ഇതൊരു അരൂപികളുടെ പ്രവർത്തനം.